സ്നേഹമെല്ലാം പിന്നെ എന്തിനാ അങ്ങ് പ്രകടിപ്പിക്കണം. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ പാർക്കിലേക്ക് പോയി. ഈ പാർക്കിന്റെ പേര് ചിങ്ങക്കുസി പാർക്ക് എന്നാണ് കേട്ടോ. അങ്ങനെ പാർക്കിലിരുന്ന് കുറേ സംസാരിച്ച് കുറേ ഗെയിംസ് ഒക്കെ കളിച്ച് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ആയിരുന്നു അത്. ഇവിടുത്തെ പാർക്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആരും നമ്മളെ നോക്കാനോ ഒന്നും നിൽക്കില്ല കേട്ടോ. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രം. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കാനഡയിൽ വന്നിട്ട് ഇങ്ങനെ ഒരുമിച്ച് പാർക്കിലൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ അവിടുന്ന് പോവാൻ ഒട്ടും റെഡി ആയിരുന്നില്ല, പക്ഷെ എന്നെ നിർബന്ധിച്ച് അവിടുന്ന് കൊണ്ടുപോയി. നിങ്ങൾ കാണുമ്പോ ഇതൊരു വൈകുന്നേരം സമയമായി നിങ്ങൾക്ക് തോന്നും, പക്ഷെ അല്ല, ഇവിടെ സമ്മർ ആയതുകൊണ്ട് സൺസെറ്റ് ഒത്തിരി ലേറ്റ് ആയിട്ടാണ്. നിങ്ങൾ ഈ കാണുന്നത് രാത്രി 8 മണിയാണ്. അങ്ങനെ ഒത്തിരി ലേറ്റ് ആക്കാതെ അവിടുന്ന് നേരെ ഇറങ്ങി നമ്മൾ മെക്ഡൊണാൾഡ്സിലേക്ക് പോയി. അവിടുന്ന് നമ്മളൊരു സ്ട്രോബെറി സൺഡേയും ഒരു ഹോട്ട് കാരമൽ സൺഡേയും വാങ്ങി. എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ സ്ട്രോബെറി ഫ്ലേവർ. പണ്ട് മുതലേ അങ്ങനെയാണ്, എന്ത് ഫുഡ് ഐറ്റം വാങ്ങുമ്പോഴും സ്ട്രോബെറി ഫ്ലേവർ അവൈലബിൾ ആണെങ്കിൽ ഞാൻ എന്തായാലും അത് വാങ്ങും. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴി നല്ലൊരു സൺസെറ്റ് കണ്ടു. ഞാൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈ കണ്ടിട്ടുള്ളത് ഇവിടെ കാനഡയിലാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു സൺസെറ്റ് ഒക്കെ കണ്ട് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പൊ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. Until then, bye.